ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഷവായ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 10 പീസ് മുളകാട്ടാണ് എടുത്തത്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിന് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ 7 അല്ലി വെളുത്തുള്ളി ആട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 3 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു 12 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന്. തക്കാളി നല്ല ചെറിയ തക്കാളി ആട്ടാണ് എടുത്തത്. അപ്പം നിങ്ങളുടെ അടുത്ത് വലുപ്പമുള്ളതാണെങ്കിൽ പകുതി മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കണ്ട, വെള്ളം മാറ്റിയിട്ട് ആ മുളക് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളങ്ങൾ അങ്ങനെ കളയണ്ട. നിങ്ങൾക്ക് ഇത് അരച്ച് വരുന്ന സമയത്ത് ഇത് ഭയങ്കര തിക്കായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരച്ചെടുത്ത് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം മുളക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനാണ് അരച്ചെടുത്ത് വന്നിന്. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ആട്ടെ. ഇത് ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തത്. 1 കിലോ ചിക്കന് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ചെറിയ ചെറിയ പീസായാലും കുഴപ്പമില്ല, അതങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഫുൾ ചിക്കന് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു ഇതിലൊന്നും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസിലും ഈ ഒരു രീതിയിൽ അങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ചിട്ട് തന്നെ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാനിതിൽ പറഞ്ഞ മസാലേൻ്റെ അളവ് 1 കിലോ ചിക്കന് കണക്കായിട്ടുള്ള മസാലേൻ്റെ അളവാട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മസാലയിൽ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഞാൻ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3.5 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും 3.5 മണിക്കൂർ അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കാം. ഇനി 3.5 മണിക്കൂറിന് ശേഷമായിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിന്. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ആ ചിക്കന് ഓരോന്നായിട്ട് ഈ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൽ ഓയിലോ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ മസാല തേച്ച് വെച്ച ആ 4 പീസ് ചിക്കനും ഞാൻ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിന്. ഇനി ഇതിൽ ബാലൻസ് വരുന്ന ആ ഒരു മസാലയും കൂടി ഫുള്ളായിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയും ഫുള്ളായിട്ട് തന്നെ അങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന ഞാനിപ്പം 2 വിസിലിനാട്ടോ വേവിച്ചെടുക്കുന്നത്. 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കറക്റ്റ് അങ്ങനെ ആക്കിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് ചിക്കൻ അങ്ങനെ വേവിച്ചെടുക്കുക. നിങ്ങൾ എങ്ങനെ സാധാരണ വേവിച്ചെടുക്കലെന്ന് വെച്ചാൽ അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ വല്ലാണ്ട് അങ്ങ് ഓവറായിട്ട് വെന്തുകൊണ്ട, കാരണം ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനും കൂടി ഉള്ളതാണ്.
അപ്പൊ ഇതാ ചിക്കന് വെന്ത് വന്നിന്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഈ ഒരു നമ്മൾ വേവിച്ചെടുത്ത ശേഷം ഇതിൽ തന്നെ അത്യാവശ്യം ചിക്കനിൽ വെള്ളം ഇറങ്ങിന്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഞാനിപ്പോൾ ഒലിവ് ഓയിലാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കാം. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത ചിക്കന് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ വേവ് നല്ലോണം നോക്കിയിട്ട് ചെയ്യാം. കാരണം ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനും കൂടി ഉള്ളത് കൊണ്ട് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെ അതങ്ങ് പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഞാനിതാ വേവിച്ചെടുത്ത് 4 പീസ് ചിക്കനും ഈ ഒരു ഇതിൽ പാനിലേക്ക് വെച്ച് കൊടുത്തിന്. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും നല്ലോണം തന്നെ അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് നല്ലോണം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. 1-2 തവണ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. അപ്പൊ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് എന്തിന്റെ കൂടെ ആയാലും, പൊറോട്ടന്റെ കൂടെ ആയാലും ചപ്പാത്തിന്റെ കൂടെ ആയാലും എന്തായാലും നല്ലൊരു കോംബോ ഇത്. ഞാനിപ്പോൾ ഇതിന്റെ കൂടെ ചെയ്തത് ബൺ പൊറോട്ടയാട്ടാ. ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് ചെയ്തത് ബൺ പൊറോട്ടന്റെ റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതാ രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ട് ചിക്കന് പാനിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് ആ ചിക്കൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ വേവിച്ചെടുത്തതിന് ഉണ്ടായ ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളെ പാനിൽ ഓയിൽ ഇല്ല എങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഗ്രേവി ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ച ടേസ്റ്റിൽ അങ്ങനെ പോയി വരട്ടെ. ആ ഓയിലുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ്. എന്നിട്ട് ഗ്രേവി കുറച്ചൊന്ന് തിക്കായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച് ഫ്രൈ ആക്കിയിട്ട് മാറ്റിവെച്ച് ആ ഒരു ചിക്കനെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്രേവി എല്ലാ ചിക്കൻ്റെയും മേലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുക്കർ ഷവായ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.